അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ 5ാം തരത്തിലെ തയ്യാറാക്കപ്പെട്ട അഹ്കാമു തജ്വീദിന്റെ വർക്ക് ബുക്കിന്റെയും 10ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. മഖാരിജുൽ ഹുറൂഫ് 4 അക്ഷരങ്ങളുടെ മഖ്റജുകൾ 4ാം ഭാഗമാണ്. അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾ. ഇതിലെ മുതിർന്ന ആളുകൾക്കൊന്നും ഇതിൽ നിന്ന് പഠിക്കാം. നമുക്ക് വായിക്കാം. 3ാമത്തെ മഖ്റജ് ഷഫത്താനി 2 ചുണ്ടുകൾ. ഇതിന്റെ മുന്നത്തെ ചാപ്റ്റർ നമ്മൾ 2 മഖ്റജ് പഠിച്ചിട്ട്. ഒന്ന് ഹൽഖ്. ഹൽഖിൽ നിന്ന് അഥവാ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന 6 അക്ഷരങ്ങളാണ്. 2ാമത്തെ മഖ്റജ് ലിസാനി അഥവാ നാവ്. നാവിൽ നിന്ന് പുറപ്പെടുന്ന നാവിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ പുറപ്പെടുന്ന അക്ഷരങ്ങൾ 18 എണ്ണമാണ്. 3ാമത്തെ മഖ്റജാണ് ഷഫത്താനി അഥവാ 2 ചുണ്ടുകൾ. ഈ 2 ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ 3 എണ്ണമാണ്. 1 താഴെ ചുണ്ടും മേലെ മുമ്പല്ലുകളുടെ തലയും ഫാ. ഇങ്ങനെ ഫാ പറയേണ്ടത്. 2ാമത്തത് 2 ചുണ്ടുകൾ അഥവാ വാവിൽ 2 ചുണ്ടുകളുടെ മധ്യഭാഗം അല്പം തുറന്നിരിക്കണം. ഇതിൽ നിന്ന് 3 അക്ഷരങ്ങൾ വരുന്നത്. വാവാകും ഒന്നും കൂടെ ചുണ്ടുകൾ തുറന്നിരിക്കണം. വാവ്, ബാ, മീമ്. 4ാമത്തെ മഖ്റജ് ജൗഫ് അഥവാ വായുടെ ഉൾഭാഗം. ഇതിൽ നിന്ന് 3 അക്ഷരങ്ങളാണ് വരുന്നത്. ഇതിലൊന്ന് വായുടെ ഉൾഭാഗം. അതിൽ വരുന്നത് 3 അക്ഷരങ്ങൾ. അലിഫ്, വാവ്, യാ, മദ്ദിയ. മദ്ദിയായ 3 അക്ഷരങ്ങൾ അഥവാ നീട്ടാൻ ഉപയോഗിക്കുന്ന, ഒന്നും കൂടെ പറഞ്ഞാൽ ഫതഹിനെ നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫ്, ലമ്മിനെ നീട്ടാൻ ഉപയോഗിക്കുന്ന വാവ്, കസ്ർ നീട്ടാൻ ഉപയോഗിക്കുന്ന യാ. ഇവ മദ്ദക്ഷരങ്ങളായി വരുമ്പോൾ ഉണ്ടാകുന്ന വായുടെ ഉൾഭാഗത്തു നിന്നാണ് വരിക. 5ാമത്തെ മഖ്റജ് ഖൈശൂം അഥവാ തരിമൂക്ക്. 1 തരിമൂക്ക്. തരിമൂക്കിൽ നിന്ന് 2 അക്ഷരങ്ങളാണ് വരുന്നത്. മീമ്, നൂന്. ഉന്നത്തിന്റെ സന്ദർഭത്തിലാണ് ഈ 2 അക്ഷരങ്ങൾ വരുന്ന മഖ്റജ്. ഫീ ഖുലൂബിഹിം മറളൻ ഫസാദഹുമുല്ലാഹു മറളൻ വലഹും അദാബുൻ അലീമുൻ ബിമാ കാനൂ യക്ദിബൂൻ. ഫീ ഖുലൂബിഹിം മറളുൻ. ഇവിടെ ഉന്നത്ത് ചെയ്യുമ്പോഴാണ് മീമി എന്ന അക്ഷരം വരുന്നത്. ഇത് തരിമൂക്കിൽ നിന്നാണ് വരുന്നത്. ഇതിന്റെ മഖ്റജ് തരിമൂക്കാണ് അഥവാ ഖൈശൂ. ദഫ്തർ താലിബ് നോക്കി തിരിബാത്തുകൾ ചെയ്യുക. തഖ്സീസ് 1 നഖർ സൂറത്ത് ത്വാഹ 88 മുതൽ 135 വരെയുള്ള ആയത്തുകൾ. വൽ അംബിയ, അംബിയ സൂറത്തും പാരായണം ചെയ്യേണ്ടത് മഅ മുറാഅത്തി മഖാരിജുൽ ഹുറൂഫ്, ഹർഫുകളുടെ മഖ്റജുകൾ സൂക്ഷിച്ചിട്ടാണ്. 2ാമത്തെ നഹ്ഫുൽ സൂറത്ത് യാസീൻ 46, 46 മുതൽ 50 വരെയുള്ള ആയത്തുകൾ കാണാതെ പഠിക്കാം. അതുപോലെ റാത്തിബുൽ ഹദ്ദാദ് റാത്തിബ് കാണാതെ പഠിക്കാം. ഇനി നമുക്കിതിൻ്റെ വർക്ക് വായിക്കാം. 1ാമത്തെ വർക്ക് നുജീബ് ഉത്തരവിധാന ചോദ്യം 1. തരിമൂക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതെല്ലാം? മീമ്, നൂന്. ചോദ്യം 2. 2 ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏവ? ഫാ, വാവ്, ബാ, മീമ്. 2ാമത്തെ വർക്ക് നസ്ൽ ബിൽ മുനാസിബ് മാച്ച് ദി ഫോളോവിംഗ്. 1 ഹൽഖ് ലെറ്റർ ബി തൊണ്ട. 2 ലിസാൻ ലെറ്റർ സി നാവ്. 3 ഷഫത്താനി ലെറ്റർ ഇ ചുണ്ടുകൾ. 4 ജൗഫ് ലെറ്റർ എ വായുടെ ഉൾഭാഗം. 5 ഖൈശൂം ലെറ്റർ ഡി തരിമൂക്ക്. നക്തുബൽ മഖാരിജ് മഖ്റജുകൾ എഴുതുക. ഹാഇന്റെ മഖ്റജ് ഏതാണ്? ഹാഇന്റെ മഖ്റജ് ഹൽഖിന്റെ താഴെ അറ്റം. 2ാമത്തെ ഐനിന്റെ മഖ്റജ് ഹൽഖിന്റെ മധ്യഭാഗം. 3ാമത്തെ ഖാഇന്റെ മഖ്റജ് ഏതാണ്? ഹൽഖിന്റെ മേലെ അറ്റം. 4ാമത്തെ ഖാഫിന്റെ മഖ്റജ് ഏതാ? നാവിന്റെ മുരടും മേലെ അണ്ണാക്കും. അടുത്ത ജീമ് ഏതാ? ജീമിന്റെ മഖ്റജ് നാവിന്റെ മധ്യവും അണ്ണാക്കും. അടുത്തത് ലോദിന്റെ മഖ്റജ് ഏതാണ്? നാവിന്റെ അരുവും മേലെ അണപ്പല്ലുകളും. ലാമിന്റെ മഖ്റജ് ഏതാ? നാവിന്റെ തലയുടെ അരുവും
മേലെ മുമ്പല്ലിൻ്റെ ഊനും. റായിൻ്റെ മഖ്റജ് നാവിൻ്റെ തലയുടെ മുതുകും മേലെ മുമ്പല്ലിൻ്റെ ഊനും. അടുത്തത് ത്വാഇൻ്റെ മഖ്റജ് നാവിൻ്റെ തലയും മേലെ മുമ്പല്ലുകളുടെ മുരടും. സ്വാദിൻ്റെ മഖ്റജ് നാവിൻ്റെ അറ്റവും 2 വരിയിലെ മുമ്പല്ലുകളുടെ ഇടയും. സാഇൻ്റെ മഖ്റജ് നാവിൻ്റെ തലയും മേലെ മുമ്പല്ലുകളുടെ തലയും. ഫാഇൻ്റെ മഖ്റജ് താഴെ ചുണ്ടും മേലെ മുമ്പല്ലുകളുടെ തലയും. ഇത്തരം മഖ്റജുകൾ സൂക്ഷിച്ച് എഴുതാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.